എന്നാ സോസ് അതിന്റെ പേരെന്നെ വാഷസ്റ്റൈൻ സോസ് എങ്ങാണ്ട. ഇങ്ങോട്ട് വന്നേ, അത് കൊള്ളാമല്ലോ. വേണോന്ന് പറഞ്ഞിട്ട് എന്നെ ഇത് ചെയ്തിട്ട് അവിടെ ഇരുന്ന് ഉറങ്ങും. ഒരു 3 മണിയാകുമ്പോ കഴിച്ചിട്ട് കിടക്കും. ഒരു ടച്ചിങ്സ് വന്നാൽ ഇത് ശരിയാകത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ കൈയിറക്കാൻ പോയ സമയം കൊണ്ട് ഒന്ന് ഇളക്കി വെച്ചേക്കാം. അതൊന്നും തന്നെ ഇട്ടോളും ചേട്ടനൊക്കെ. തുറക്കാൻ അറിയത്തില്ലേലും അവന് ഇടാൻ അറിയാം. അയ്യോ, ഒരു മെയിൻ സാധനം ഒഴിച്ചില്ല. അപ്പൊ നമുക്ക് തുടങ്ങാം. തുടങ്ങാം. ഇത്രയും ഇത് ഗ്രൗണ്ട് ബീഫ് വേണോ? ഇത്രയും വേണ്ട, അതിന്റെ പകുതി മതി. ഇതിന്റെ പകുതി എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ. ആ പാത്രം ഇങ്ങെടുത്തേ. പാത്രം ഇതെന്നെ ഒരാഴ്ചത്തേക്കുള്ള സാധനം ഉണ്ടാക്കാനാണോ? വലിയ കുട്ടം പോണക്കത്തെ പാത്രം എടുത്തേക്കുന്നത്. ഉള്ള പാത്രമല്ലേ എനിക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. വീട്ടിലുള്ളതല്ലേ എനിക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് ഹോട്ടലൊന്നും അല്ലല്ലോ. അതെന്നാടിയാ സാധനം മാറ്റി വെച്ചത്? സോസ് അതിന്റെ പേരെന്നെ വാഷസ്റ്റൈൻ സോസ്. ഒരു കാര്യം ചെയ്യാം, അങ്ങനെയാണോ? നമുക്ക് കട്ടപ്പനയിലെ ജിംബ്രോച്ചൻ പറയുന്ന പോലെ മണങ്ങടാഞ്ചി സോസ് എന്നങ്ങ് പറയാം. അതൊന്നും അറിയത്തില്ല. ഇനി പ്രൊനൗൺസ് ചെയ്യുന്നത് എങ്ങനെയാന്നൊന്നും എനിക്കറിയത്തില്ല. എന്താണേലും ഈ സോസ് വേണം. ഇതായില്ലേ ഇതിന്റെ മെയിൻ സാധനം. അതെ, ഇതിന്റെ പകുതി നമുക്ക് എടുക്കാം. ഇത് പകുതി എന്ന് വെച്ചാ പകുതി വേണ്ടായിരിക്കുമല്ലോ. ഇത് പകുതി 3 LB വെച്ചോണ്ട് അവിടെ ബ്ലഡ് ആകും. കട്ട് ചെയ്തിട്ട് തുടയ്ക്കാം. ഒരു ഇതിങ്ങെടുത്ത് പേപ്പർ എടുക്കണം കേട്ടോ തുടയ്ക്കാന്. ടിഷ്യൂ എല്ലാം ചെയ്തു തന്നാൽ ഇന്നത് കിട്ടത്തുള്ളൂ. എന്നാ പിന്നെ ഇതെടുത്ത് ഇങ്ങോട്ട് വെക്കാം. ഓക്കെ. നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാം. ആണോ? ഇപ്പൊ ഇതിന്റെ ആവശ്യമില്ലായിരുന്നു. ഈ ബൗളിനകത്തോട്ട് ഇടുക. താരക്കളയല്ലേ. നമുക്ക് ബ്രൗൺ ഷുഗറും കെച്ചപ്പും ഈ മസ്റ്റാർഡ് സോസും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു സോസ് പോലെ ഉണ്ടാക്കാമേ. ഏട്ടായേ, അമ്പട മനമേ, ആയോ? എന്തോന്നായോന്ന് ഇങ്ങോട്ട് വന്നേ. അത് കൊള്ളാമല്ലോ. വേണോന്ന് പറഞ്ഞിട്ട് എന്നെ ഇത് ചെയ്തിട്ട് അവിടെ ഇരുന്ന് ഉറങ്ങുവാണോ? ഇച്ചിരി സമയം എടുക്കും മോനെ. ഈ ബ്രൗൺ ഷുഗറിനകത്തോട്ട് നമുക്ക് ഈ കെച്ചപ്പും ഈ മസ്റ്റാർഡ് സോസും കൂടി മിക്സ് ചെയ്ത് വെക്കാമേ. ഇനി ഇതൊക്കെ ഇപ്പൊ പറഞ്ഞു തരുന്നത് എന്തിനാന്നറിയാവോ? കറക്റ്റ്. ഇത് ആയിട്ട് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യും. മിക്സ് ചെയ്ത് തൊമ്മനും അന്നമ്മയും ഉണ്ടായിരുന്നെങ്കിൽ അവർ ഈ മിക്സിംഗ് പരിപാടിയൊക്കെ അവർ ചെയ്തേനെ ഒറ്റയടി. ഇനി നമുക്കിതെല്ലാം കൂടി ഇട്ട് കൊടുക്കാമേ. അത് ഇത് നമുക്കിതൊന്ന് ഇത് ചെയ്ത് വെക്കാമേ. എന്നാന്ന് വെച്ചാൽ ഇതിനകത്തെല്ലാം കൂടി ഇത് ചെയ്യണ്ടേ. മറ്റേ ആ ഒരു ഇടിക്കുന്ന ഒരു കുന്ത്രാണ്ടം ഉണ്ടായിരുന്നേ, അതുണ്ടായിരുന്നെങ്കിൽ അതെൻ്റെ ഒടിഞ്ഞു പോയി. അതുണ്ടായിരുന്നെങ്കിൽ നല്ലതായിട്ട് ഇതിനകത്തെല്ലാം നന്നായിട്ട് കയറിയേനെ. അതിന് ഒരെണ്ണം മേടിക്കണം. അതെല്ലാം ഇങ്ങ് എടുത്തേ ഏട്ടായി. ആ പെപ്പറിക്ക ഇങ്ങെടുക്ക് ഇച്ചിരി. ഇതിനകത്തോട്ടിട്, വെതറിയിട്. എനിക്ക് അത്തപ്പൂടിയിലല്ലായിരുന്നു പരിപാടി. ഇനി ഈ പാസ്ലി ലീഫ് ഇട്. എന്റെ കർത്താവേ, മതിയോ? വെതറി താഴെയാ വെതറിയെന്നേ ഉള്ളൂ. പൊളിച്ചു. ഇത് അല്ലല്ല, അത് ഇടാറായില്ല. ഇത് ബ്ലാക്ക് പെപ്പർ, കുരുമുളക് പൊടി ഇട്. ഇനി ആ ഗാർലിക് പൗഡർ, ഉപ്പ് വേണം. ഉപ്പ് ഒരു കുറച്ചിട്ട് ഒരു അളവ് വെച്ചിട്ട് കാണിച്ച്. ഉപ്പ് ഞാനിടാം ഇങ്ങോട്ട്. എനിക്ക് എൻ്റെ കണക്കിനൊന്നും ഇട്ടാലേ അത് സെറ്റ് ആകത്തുള്ളൂ. ഉപ്പ് ഒരു ആവശ്യത്തിന് ഉപ്പ് എന്നുള്ള രീതിയിൽ അങ്ങ് ഇട്ടാൽ മതിയേ. എൻ്റെ അളവ് അങ്ങനെ എനിക്കറിയാം. മതിയോ? ഈ അളവ് എന്നോട് പറഞ്ഞപ്പോഴായിരുന്നു ഒരു സ്പൂൺ ഇടാൻ വേണ്ടി.
ഒരു സ്പൂണ് അല്ലെങ്കിൽ 1.5 സ്പൂൺ എത്രയാണ് അളവനുസരിച്ച്. ഇനി ഒന്നുകൂടെ കൈക്ക് വേദനയല്ലേ, ഇളക്കി തരായിരുന്നു. അത് കുഴപ്പമില്ല. ഒന്നുകൂടെ വോളിബോൾ കളിക്കാൻ പോകുന്നു. അതില്ല, കുറച്ച് ബട്ടർ എടുത്തേക്കായി. ബട്ടർ ഇതിന്റെ സാധനം ഒന്നും ഇല്ലേ? ഞാൻ എടുക്കാം. ജോക്ക, ഇത് സാൾട്ട്ലെസ് ആണ്, ഇത് സോൾട്ട് ഇല്ലാത്തതാണ്. ഇത് സോൾട്ട് അല്ലാത്തതാണ്, നോൺ സോൾട്ടഡ്. അൺസോൾട്ടഡ് ബട്ടർ. കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ എന്ന് പറയുന്ന പോലെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. അത്രയും മതി. ഇത്രയും തന്നെ വേണ്ട, 2 ടേബിൾ സ്പൂൺ ഒക്കെ മതി. ഇച്ചിരി കൂടിപ്പോയി കണ്ടാവും. സാറില്ല, ഫ്രിഡ്ജിനകത്തോട്ട് വെച്ചേക്ക് കേട്ടോ. സവാള ഇട്ടോ. സവാള ശകലം വലുതായി പോയെന്ന് തോന്നുന്നു. ഒരു ചെറുതായിട്ട് അരിയേണ്ടതായിരുന്നു. അതല്ല ഞാൻ പറഞ്ഞ, ചെറുതായിട്ട് അരിയണോ. അത് ഇട്ടോ, ഇതിന്റെ കൂടെ ഇട്ടോ. 2 മിനിറ്റ്സ് നമുക്ക് ഇതാക്കിയാൽ മതി. 2 മിനിറ്റ്സ് ആക്കിയാൽ മതിയോ? ഇത് കറക്റ്റ് സെറ്റപ്പ് ആണെന്ന് അറിയത്തില്ല. ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ യൂട്യൂബിനകത്തൊക്കെ കണ്ടിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കുന്നതാണല്ലോ കേട്ടോ. പിന്നെ ഇടയ്ക്കൊക്കെ യൂട്യൂബിന് ചുമ്മാ കളിപ്പിക്കാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരു രീതിയിൽ. പെർഫെക്റ്റ് ആയിട്ടുള്ള അളവൊന്നും ഇങ്ങനെ ആയിരിക്കത്തില്ല. നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇതിങ്ങനെ ഇരിക്കും. സവാള ഇട്ട പാത്രം ഇങ്ങെടുത്ത്. സവാളയുടെ പാത്രം വേണം. ആദ്യം ഇങ്ങോട്ട് എടുക്ക്. ഇത് ജസ്റ്റ് ഒന്ന് ആയാ മതി. ഒന്നെങ്ങാനും ആവുമോ? ഇതെന്താ പെട്ടെന്ന് ആവുമെന്ന് പറഞ്ഞോണ്ടാണ് ഓടി 1 മണിക്ക് വന്ന് പറഞ്ഞത്. ഇത് കുറെ സമയം എടുക്കും. ക്ഷമയോടെ നോക്കി എന്നാ കഴിക്കും. ഒരു 3 മണിയാകുമ്പോ കഴിച്ചിട്ട് കിടക്കാം. അതല്ലേ ഞാൻ ചോദിച്ചത്, നാളെ അവധിയല്ലേ എന്ന്. ചുമ്മാ ഇട്ടോ, മുഴുവൻ വീണോളും. ബട്ടർ ഇട്ടു. അങ്ങനെ വീണു. ഇനി ബ്രെഡ് ക്രംസ്. ഇതോ? ഇളക്ക് ചെയ്യാന്നില്ല. ഇളക്ക് ഇട്ടോ ഇട്ടോ ഇളക്ക്. ശരിക്കും ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ, നന്നായിട്ട് നമ്മൾ കൈ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൈ കൊണ്ട് അതായിരിക്കും ബെറ്റർ. കൈ കൊണ്ട് ചെയ്യുന്നതാണ് ബെറ്റർ. ഞാൻ കൈ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വരാം. ചിങ്സ് വന്നാൽ ഇത് ശരിയാകത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ കൈ ഇളക്കാൻ പോയ സമയം കൊണ്ട് ഒന്ന് ഇളക്കി വെച്ചേക്കാം. നമ്മുടെ കൈപ്പുണ്യം കിട്ടും. ഇപ്പൊ കിട്ടിയിട്ടുണ്ട് കൈപ്പുണ്യം. സംഭവിച്ചല്ലോ, എന്റെ കൈപ്പുണ്യം കേട്ടോ. അടിപൊളി. ഇനി നന്നായാലും ആ ക്രെഡിറ്റ് അങ്ങ് എടുക്കാന്നല്ലേ. കൊള്ളാം. ഇടാണ്ടോ? ഇനി ഇതെന്ന് വെച്ചാൽ ആ ക്രീമും മുട്ടയും പിന്നെ അത് തന്നെ ഇടുവാണോ? ഞാൻ സവാള അരിഞ്ഞ ശകലം വലുതാ. ഇത് ഫുൾ ഒഴിക്കുവാണോ? ഫുൾ ഒഴിച്ചു. അത് പോരെ, ഇച്ചിരി കൂടി ഒഴിക്കാനും കുഴപ്പമില്ല. മുട്ട ഇട്ടാ മതിയോ? ബീറ്റ് ചെയ്യൊന്നും വേണ്ട. അയ്യോ, ഒരു മെയിൻ സാധനം ഒഴിച്ചില്ല, ആ സോസ്. എന്നാ പിടിച്ചോ. അതോടെ ഒഴിക്കേ. റെഡിയാണോ? മതി മതി. നന്നായിട്ട് അത് ആദ്യമേ ചേർക്കണ്ടായിരുന്നു കേട്ടോ. ഇത് മറ്റേതിന്റെ കൂടെ നമ്മുടെ ആ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തില്ലേ, അതിന്റെ കൂടെ ഇപ്പൊ ഈ ക്രീം ഒഴിക്കുന്നതിന് മുമ്പ് അത് ചേർക്കണമായിരുന്നു. ഇനി ഇത് ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. സെറ്റ് ആവണം ഇതൊന്ന്. ഇത് റാപ്പ് ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂർ കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കാം. അന്നേരത്തേന് ഞാനൊന്ന് കൈ കഴുകിയിട്ട് വരാം. ഇന്നലെ ഇപ്പൊ തന്നെ മീറ്റ് ലോഫ് വേണോന്ന് പറഞ്ഞ ഒരാളാ. പിള്ളേരും അത് കഴിഞ്ഞ് എഴുന്നേറ്റു.
ഞാനാണെ ഉറങ്ങിയും പോയി. എന്നാ പിന്നെ ഇപ്പം ബാക്കി ചെയ്യാം. ഓക്കെ, ഇന്നലെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചതാ. 30 മിനിറ്റ് വെച്ചാൽ മതിയായിരുന്നു. ഇപ്പം അതിനിപ്പോ 30 പോയിട്ട് 12 മണിക്കൂറായി. അതെ, 12 ആയില്ലേലും 12 മണിക്കൂറായി. കൊച്ചിന് ഇഷ്ടമാ. നമുക്ക് ഇതിനകത്തോട്ട് ലൂപ്പ് പോലെ ആക്കി എടുക്കാം. ഇച്ചൂടെ ഇതാക്കണ്ട, വീതി വേഗാന് ഒരു പരുവം മതി. മതിയോ? തൊമ്മന് ഇഷ്ടമാണോ മീറ്റ് ലോഫ്? ആ, തൊമ്മൻ വെക്കണ്ട കേട്ടോ. തൊമ്മന് പിന്നെ കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമുക്ക് ഇനി ഇതിനകത്തോട്ട് മാറ്റണം. അതിനകത്തോട്ട് മാറ്റണം. ഓക്കെ, ഇതിനകത്തോട്ട് നമുക്ക് ഈശോ വീഴല് കേട്ടോ, മാറ്റണം. ഇതിനകത്തല്ലേ സോസ് ഇട്ട് ഇതിനകത്തല്ലേ നമ്മൾ ഉണ്ടാക്കുന്നേ അല്ലേ അമ്മ? അതുകൊണ്ട് നമ്മൾ ഇതിനകത്തോട്ട് മാറ്റി ഒന്നും കൂടി ഇങ്ങനെ പ്രസ് ചെയ്ത് നമുക്ക് വെക്കാം. ഇത് നമ്മുടെ ഒരു സെറ്റപ്പ് മീറ്റ് ലോപ്പാണേ. ഓക്കെ ഏട്ടായി, ഒരു കാര്യം ചെയ്ത് ഈ സോസ് എടുത്ത് ഇതിന്റെ മണ്ടയിലോട്ടൊന്നിങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്യും. ഞാൻ അന്നേരം കൈ പറയരുത്. അന്നേരത്തിന് ഞാൻ കൈ കഴുകി വെച്ച് വരാവേ. ഏട്ടായി മറക്കി ഇത്രയായോ? ബാ, ഞാൻ തരട്ടാം. ഇച്ചിരി തിക്കായിട്ട് തേക്കണമെന്ന് തോന്നുന്നു. തിക്കാവും ഇത്. ഇപ്പൊ തേച്ച് തേച്ച് നമ്മൾ വരുമല്ലേ. ഫുള്ള് തേക്കണ്ടാണല്ലോ, അടിയിലൊന്നും തേക്കണ്ട. അതാ ഇങ്ങനെ ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഏട്ടായി, ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചായിരുന്നോ? വെച്ചായിരുന്നു. ഇന്നലെ എല്ലാം റെഡി ആയിട്ടിരിക്കുക. ഇന്നലെ വെച്ചോന്നല്ല ചോദിച്ചേ, ഇന്ന് വെച്ചോന്നാ ചോദിച്ചേ. അതെ, ഇന്ന് വെച്ചിട്ടുണ്ട്. നമുക്കിത് വെച്ചേക്കാം. ആയി, എന്നാ ശരി, ഓപ്പൺ ആക്കട്ടെ. ഇനി ഒരു 1 മണിക്കൂർ വെക്കണം അല്ലേ? അതിനകത്ത് വെച്ചിട്ട് നമുക്ക് എടുക്കാം. അമ്മ, നമുക്കിത് വെക്കാം. റാക്കില്ല, അവിടോട്ട് വെക്ക. ഇനി അടച്ചേക്കാം. ഇനി ചൈൽഡ് ലോക്ക് ഇട്ടേരെ. അത് അമ്മൻ തന്നെ ഇട്ടോളും. ചൈൽഡ് ലോക്ക് തുറക്കാൻ അറിയത്തില്ലല്ലോ, അവന് ഇടാൻ അറിയാം. വൺ അവർ സെറ്റ് ചെയ്തോ. കുക്ക് ടൈം 1 hour. 1:00 ഒരു 0 കൂടെ 0 സ്റ്റാർട്ട്. സൂക്ഷിച്ചോണം കേട്ടോ, കൈ കൊള്ളുവേ. ഞാൻ പിടിക്കുന്നില്ല. അങ്ങോട്ട് വെച്ചേക്കട്ടെ. അങ്ങോട്ട് വെക്കും. സെറ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ജ്യൂസി ആട്ടോ. സെറ്റ്. എന്നാ കട്ട് ചെയ്തേക്കാം. എങ്ങനെ ഉണ്ടോന്ന് അറിയാലോ. എന്നാ കട്ട് ചെയ്തേക്കാം. കട്ട് ചെയ്യട്ടെ? എന്നാ വായോ അമ്പടാ, ഇവിടെ നിപ്പുണ്ടായിരുന്നു. കണ്ടിട്ട് അമ്മ നേരത്തെ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും നല്ലതാന്ന് തോന്നുന്നേ. കെയർഫുൾ ആയിട്ട് കട്ട് ചെയ്യേ. നല്ല ജ്യൂസി ആട്ടോ. അത് മതി. നമുക്കൊന്ന് വേണേ ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാനും നോക്കാം. ട്രൈ ചെയ്ത് നോക്കി കഴിച്ചു നോക്കിക്കേ. ഉണ്ടാക്കുന്നതിലും നല്ലതാണോ? അത് പെട്ടെന്ന് ഉണ്ടാക്കുന്നതല്ലാണ്. ഇതിപ്പോ അമ്മ ഇച്ചിരി സമയം എടുത്തുണ്ടാക്കിയതല്ലേ. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. സോസ് അല്ല, ടേസ്റ്റ് ഉണ്ട്. കുറച്ചുകൂടെ കഴിച്ചോ. അലം വേണോന്ന് പറഞ്ഞിട്ടാ, പ്രത്യേകം പറഞ്ഞിട്ടാ പോയേക്കുന്ന കേട്ടോ. അവനൊക്കെ വെച്ചേക്കണം. അതിന് ചിപ്പിക്കും സാൻഡ്രിക്കും അച്ഛനും അമ്മയ്ക്കും എബിനും എല്ലാം വെച്ചേക്കണം. മുഴുവൻ തിന്നേക്കല്ലേ.
സൂപ്പർ. ടുപ്പിന് അങ്ങനെ ചില ചില സാധനങ്ങളൊന്നും ഇഷ്ടപ്പെടാത്തതാ. അവന് ഇഷ്ടപ്പെട്ടാ പിന്നെ ഓക്കെയാ. അവന് ഇഷ്ടമാ മീറ്റ് ലോഫ്. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ തട്ടിക്കൂട്ടായിരുന്നു. ഇപ്പം കുറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എല്ലാം സെറ്റ് ആക്കിയിട്ട് ഉണ്ടാക്കിയതാ. അപ്പൊ ഇട്ടുപ്പിന് ഏട്ടായിക്ക് ഇഷ്ടമായി. അപ്പം എല്ലാരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, ബൈ.